ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ SIR എന്ന് പറയുന്ന പ്രോസസ്സ് രാജ്യത്ത് ആരംഭിച്ചു. 12 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു, കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ തുടങ്ങി കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിലെ 51 കോടി വരുന്ന ജനങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുകയാണ്. ബംഗാൾ ഗവൺമെന്റ് അതിശക്തമായ രീതിയിലാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നത്. SIR-നെതിരെ വീട് വീടാന്തരം വരുന്ന BLO-മാരെ കൈകാര്യം ചെയ്യും എന്നുള്ള നിലയിലേക്ക് വരെ, ഒരു അക്രമത്തിന്റെ സ്വഭാവത്തിൽ വരെ ബംഗാളിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടു. കേരളത്തിൽ അങ്ങനെ പോയിട്ടില്ല, പ്രസ്താവന യുദ്ധത്തിലാണ് നിൽക്കുന്നത്. എന്താണ് SIR-ൽ കേരളത്തിന്റെ പോലുള്ള ആശങ്ക, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഈ അടിസ്ഥാനമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒന്നാമത്തെ വിഷയം, 100 കോടി വോട്ടർമാരാണ് ഇന്ത്യയിലുള്ളത്. 140 കോടി വരുന്ന ജനസംഖ്യയിൽ 100 കോടിയിലധികം പേർക്ക് വോട്ടുണ്ട്. ലോകത്ത് 800 കോടി ജനങ്ങളിൽ 8-1 വരുന്ന 100 കോടി ജനങ്ങൾക്ക് വോട്ടുള്ള ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. വളരെ സിമ്പിളായി ആളുകൾ പോയി വോട്ട് ചെയ്യുന്നു. നേരത്തെ ബാലറ്റ് ആയിരുന്നു, പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനായി ആളുകൾ പോയി വോട്ട് ചെയ്യുന്നു. ആ ഒരു സിംഗിൾ വോട്ടിലൂടെ, അല്ലെങ്കിൽ ഒരു വോട്ട് ഒരാൾ ചെയ്യുന്നതിലൂടെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയെ വരെ തീരുമാനിക്കാം, സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി വരെ തീരുമാനിക്കാം. ആ തരത്തിലുള്ള വളരെ വളരെ ലളിതമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ ഉള്ളതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ഇന്ത്യയിൽ പറയുന്നത്. ഈ 12 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 18ഓളം 1952-ലാണ് ആദ്യത്തെ കാര്യങ്ങൾ ഈ നടക്കുന്നത്. അതിനുശേഷം 18 ലോകസഭാ ഇലക്ഷനുകൾ നടന്നിട്ടുണ്ട്. 18ാമത് ലോകസഭയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ, വ്യത്യസ്ത തലങ്ങളിൽ, ബീഹാറിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കണം പോലെ ഒരുപാട് നൂറുകണക്കിന് തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോൾ 2002-ലാണ് ഏറ്റവും അവസാനമായി റിവിഷൻ നടത്തിയത്. 8 തവണ റിവിഷനും നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ SIR പോലത്തെ കാര്യങ്ങൾ 8 തവണ ചെയ്തിട്ടുണ്ട്. 8 തവണ ചെയ്തപ്പോഴും വിവാദമായില്ല. സാധാരണ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക. എന്തിനാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇങ്ങനെ ചെയ്യുന്നത്? 2 കാര്യങ്ങൾ ചെയ്യാനാണ് ചെയ്യുന്നത്. ഒന്ന്, മരിച്ചവരെ ഒഴിവാക്കുക. ശരിയാണ്, കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കിടന്നാൽ പിന്നെ മരിച്ചവരെ ഒഴിവാക്കാൻ വരുമല്ലോ. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി വേറെ ആരെങ്കിലും വോട്ട് ചെയ്താലോ? മരിച്ചവരെ ഒഴിവാക്കുക, വളരെ നല്ല കാര്യം. രണ്ടാമത്തെ കാര്യം, ഇരട്ടി വോട്ടുകളെ ഒഴിവാക്കുക. അതിനേക്കാൾ നല്ല കാര്യം. ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ 2 വോട്ട് പിടിച്ചാൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയൊരു ഫാഷൻ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടപ്പെട്ടവരോ, സ്ഥാനാർത്ഥി പറയുന്നവരോ, സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പേർ ഒരു 6 മാസത്തേക്ക് വേറെ മണ്ഡലത്തിൽ, സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോയി താമസിക്കുക, അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വോട്ടൊക്കെ കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരിക. ഇതൊക്കെ ഇപ്പോൾ ഫാഷനായിട്ടുണ്ട്. അപ്പോൾ ജനാധിപത്യത്തെ ഏതെല്ലാം രീതിയിൽ വികലമാക്കാൻ കഴിയുമോ അതെല്ലാം കഴിയും. 8 തവണയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ റിവിഷൻ നടന്നത്. 2002-ലാണ്, 23 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ റിവിഷൻ നടക്കുന്നു. എന്നാൽ ചില പ്രശ്നങ്ങൾ ഈ റിവിഷനെ സംബന്ധിച്ച് വരുന്നുണ്ട്. എപ്പോഴും റിവിഷൻ നടക്കുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുകയാണ് വരേണ്ടത്. മരിച്ചവർ കുറച്ചുപേർ ഒഴിവാകുമെങ്കിലും പുതിയ 18 വയസ്സായ ആളുകളുടെ എണ്ണം കൂടുതലാണ് വരേണ്ടത്. പക്ഷേ ബീഹാറിൽ 7,89,00,000 വോട്ടർമാർ 24-ലുണ്ടായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. കാര്യം ബീഹാറിലാണ് ഇതിനു മുമ്പേ SIR പൈലറ്റായിട്ട് ചെയ്ത സ്റ്റേറ്റ്. അവിടെ ആ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത്. അവിടെ 7 കോടി, കേരളത്തെ വെച്ച് നോക്കൂ, കേരളത്തിൻ്റെ ഇരട്ടി ജനസംഖ്യ. ഇവിടെ 3.5 കോടിയേ ഉള്ളൂ. അവിടെ 7,89,00,000 ആളുകൾ വോട്ടർമാർ തന്നെയുണ്ട്. അപ്പോൾ ബാക്കി പിന്നെ ജനങ്ങളപ്പോൾ എത്ര കോടിയുണ്ടെന്ന് നോക്കുക. 2024-ൽ അത്രയും വോട്ടർമാരുണ്ട്. എന്നാൽ 2025 ജൂണിൽ അവർ SIR നടപ്പിലാക്കി. ജൂണിൽ നടക്കില്ല, ജൂലൈയിലേക്ക് ലിസ്റ്റൊക്കെ വന്നു. ജൂണിൽ BLO-മാരെല്ലാ വീടുകളിലൊക്കെ പോയി. ജൂലൈയിൽ ലിസ്റ്റ് വന്നപ്പോൾ, ജൂലൈയിൽ കഴിഞ്ഞ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ 65 ലക്ഷം പേർക്ക് വോട്ടില്ല. വലിയ വിവാദമായി അവിടെ. SIR വലിയ വിവാദമായി. അതാണ് രാഹുൽ ഗാന്ധിയൊക്കെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി. അവസാനം പിന്നെ അത് 21 ലക്ഷം പേർക്ക് പിന്നെ വോട്ട് കിട്ടി. ഇതെല്ലാം വീണ്ടും ഒന്നുകൂടി പരാതിയൊക്കെ പരിഗണിച്ച് അപ്പോഴൊരു 42 ലക്ഷം പേര് പുറത്തുപോയി ബീഹാറിൽ. ഇതാരാണ് പുറത്തു പോയത്? അതൊരു വലിയ വിഷയമാണ്. ഏതെങ്കിലും കമ്മ്യൂണിറ്റിപ്പെട്ടവരാണോ, മുസ്ലിംസിൽപ്പെട്ടവരാണോ, ഭരണകൂടത്തിന് താല്പര്യമില്ലാത്തവരാണോ, ഇലക്ഷൻ കമ്മീഷന് താല്പര്യമില്ലാത്തവരാണോ, കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യമില്ലാത്തവരാണോ, നിതീഷ് കുമാറിന്റെ കാര്യം നിതീഷ് കുമാറിന്റെ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ ചെയ്യുമ്പോൾ കേരളത്തിൽ എന്ത് ഇലക്ഷൻ കമ്മീഷനിലും ചെയ്യുന്നത് നമ്മുടെ പിണറായി വിജയന്റെ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ ഇടതുപക്ഷത്തിന്റെ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. കൂടുതലും കളക്ടർമാരെല്ലാം ആ ലൈനിലൊക്കെ ചിന്തിക്കും. ഭരണകക്ഷിയോട് എപ്പോഴും താല്പര്യം കാണിക്കും. പ്രത്യേക സ്റ്റേറ്റിനോടാണ് ഫസ്റ്റ് താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 10-21 ലക്ഷം ആളുകൾ കൂടി വന്നപ്പോൾ എങ്ങനെയായാലും 65 ലക്ഷത്തിൽ 42 ലക്ഷം പേർ ഔട്ട്. എവിടെ? ബീഹാറിൽ. ഇനി അതുപോലെ തന്നെ 1952-ലെ കഥ ഞാൻ പറഞ്ഞു. 52-ൽ 36 കോടി ആയിരുന്നു നമ്മുടെ ജനസംഖ്യ. അത് 140 കോടിയിലേക്ക് പോയി, 100 കോടി വോട്ടർമാരിലേക്ക് പോയി. മഹാരാഷ്ട്രയിലും ഇതുപോലെ ചില കുഴപ്പങ്ങളുണ്ടായി. അവിടുത്തെ ലോകസഭാ നിയമസഭകളും തമ്മിൽ
അതിനിടയ്ക്ക് 47 ലക്ഷം വോട്ട് അധികം വന്നു. എങ്ങനെ അധികം വന്നു? 47 ലക്ഷം പേര് അധികം വരാൻ പറ്റുമോ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ആധാറുമായി ഇല്ലാത്ത അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആധാർ ഇല്ലാത്തല്ല ഡ്യൂപ്ലിക്കേറ്റ് ആധാറുള്ള 50 ലക്ഷം പേരുണ്ടെന്നാണ് BJPയുടെ ആക്ഷേപം. അതിന്റെ BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ 50 ലക്ഷം പേരുണ്ടെങ്കിൽ അവരെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറി കഴിഞ്ഞാലോ? കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അതൊരു വിഷയമുണ്ട്. രണ്ടാമത്, ബീഹാറിൽ ഇത്രയും ആളുകൾ പുറത്തായപ്പോൾ കേരളത്തിൽ നിന്ന് കുറെ ആളുകൾ എക്സ്ക്ലൂസീവായി പോകുമോ, അല്ലെങ്കിൽ ഇൻക്ലൂഷൻ നടക്കുമോ, ഉൾക്കൊള്ളിക്കൽ നടക്കില്ലയോ, അവർ പുറത്താകുമോ? അതാണ് ഒരു വിവാദം. രണ്ടാമത്, ഈ കിട്ടുന്ന ഡേറ്റ, ഇതിനകത്ത് വരുന്ന ഡേറ്റ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ പബ്ലിക്കിന് കിട്ടിക്കഴിഞ്ഞാൽ അത് NRCക്ക് ഉപയോഗിക്കുമോ, നമ്മുടെ പൗരത്വമായി ബന്ധപ്പെടുത്തി അത് ഉപയോഗിക്കുമോ എന്നൊരു പൗരത്വം നിശ്ചയിക്കാൻ ആസാമിൽ അങ്ങനെ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചുകൊണ്ട് കൂടിയാണ് പൗരത്വ രജിസ്റ്ററിനെ മെയിൻറ്റെയിൻ ചെയ്തതെന്നുള്ളൊരു വാദമുണ്ട്. അത് രാജ്യത്ത് നടപ്പിലാക്കുമോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുമോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് തന്നെ ഒരു ആക്ഷേപമുള്ളത്, ഇലക്ഷൻ കമ്മീഷൻ ഏകാംഗ കമ്മീഷനായിരുന്നു, അത് 3 അംഗങ്ങളുള്ള കമ്മീഷനാക്കി മാറ്റി. ഇത് ഭരണഘടനാ ബോഡിയാണ്. രാജ്യത്തെ വളരെ സുതാര്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെ പിന്നെ എല്ലാവരെയും, നമ്മുടെ ശിവസേന ബാൽ താക്കറെയൊക്കെ ഇംപീച്ച് ചെയ്തല്ലോ, തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കിയല്ലോ. ആരെയും, ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയുള്ള ആരെയും, മന്ത്രിമാരുള്ള ഒരു സാധാരണ MLA വരെ ഉള്ളവരെ ഇംപീച്ച് ചെയ്യുവാനോ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് അവരുടെ പിന്നെ തെരഞ്ഞെടുപ്പ് ജയിച്ചത് അസാധുവാക്കാനോ ഒക്കെ കഴിയുന്ന വലിയ, ഇന്ദിരാഗാന്ധിയുടെയൊക്കെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. അസാധുവിന്റെ കഥകൾ വളരെ വലുതാണ്. അപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു, പിന്നെ അത് സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി വിധി വന്നു. അങ്ങനെ ആ സമയത്താണ് അടിയന്തരാവസ്ഥ വരുന്നത്. അപ്പൊ നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഉത്തരവെന്ന് പറയുന്നത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പോലും വരുന്നതിന് ഇടയാക്കിയിട്ടുള്ള വലിയ ഉത്തരവിടാൻ കഴിവുള്ള അല്ലെങ്കിൽ അധികാരമുള്ള ഒരു ഭരണഘടനാ ബോഡി ആയിരുന്നു ആര്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. പക്ഷേ ആ ഇലക്ഷൻ കമ്മീഷണർമാരെ 3 പേരെ തീരുമാനിച്ചിരുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും കൂടി ആയിരുന്നെങ്കിൽ, 3 പേരുള്ളപ്പോൾ 2 പേര് പറഞ്ഞാലേ ആളെ വെക്കാൻ പറ്റുള്ളൂ, ഭൂരിപക്ഷമാണല്ലോ കമ്മിറ്റി. അത് കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് നേരത്തെ ഇത് മാറ്റി. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു കേന്ദ്രമന്ത്രിയും കൂടെ ആക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും വിചാരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ വയ്ക്കാം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യമുള്ള ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളാണ് വരുന്നത്, അവരെ വച്ചിട്ടാണ് SIR ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ ആശങ്കയ്ക്ക് വകയുണ്ട്. ഇത് NRCയുമായി ബന്ധിപ്പിക്കുമോ? ബീഹാറിൽ നടന്നതുപോലെ 47 ലക്ഷം പുറത്തായി, അല്ല 65 ലക്ഷം ആദ്യം പുറത്തായി, പിന്നെ അതിനെ മെരുക്കിയൊക്കെ എടുത്ത് വീണ്ടും കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ 42 ലക്ഷം കൂടെ പുറത്തായി, 42, അത് 21, 65-ൽ 21 പോയിട്ട് 44 ലക്ഷം ആളുകൾ വീണ്ടും പുറത്തായി. അതൊരു വലിയ ഒരു ജനാധിപത്യത്തിൽ വലിയ പരുക്കാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചില മേഖലകളിൽ ആളുകൾക്ക് വോട്ടില്ല. ഇപ്പം നമ്മൾക്കിപ്പോൾ രാജ്യത്ത് വോട്ടുണ്ടെങ്കിൽ, വോട്ട് ലിസ്റ്റ് വരുമ്പോൾ പേരില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. എത്രയോ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരൊക്കെ പൗരന്മാരാണ്. പക്ഷെ പൗരന്മാരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ലാതാക്കുമോ ഇതിൽ കള്ളം ചേർത്ത് വെള്ളം ചേർത്ത് എന്നൊരു ഭയമുണ്ട്. ആധാറിന്റെ ഈ 50 ലക്ഷം ആധാർ കേരളത്തിൽ വ്യാജമായി ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷനും അത് സംബന്ധിച്ച് കത്ത് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ SIRൽ ഇതൊക്കെ പ്രതിഫലിക്കുമോ? ഇവിടെയുള്ള വോട്ടർമാരുടെ എണ്ണം കുറയുമോ? ആരെയെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യുമോ? NRCക്ക് ഇത് ഉപയോഗിക്കുമോ? ഇങ്ങനെ തുടങ്ങിയ നിരവധി ആശങ്കകൾ കേരളത്തിൽ ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞു.